ഇന്ന് നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള പനീർ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ സൈസ് പാത്രം അല്ലെങ്കിൽ കുക്കറായാലും മതി. 5 ലിറ്ററിൻ്റെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും ഒരു ഏലക്കായ 2 ഗ്രാമ്പും ഒരു വഴനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് നല്ല പാകത്തിനുണ്ടായിരിക്കണം. ആ രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു തണ്ട് മല്ലിയിലയും ഒരു തണ്ട് പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരിക്കുന്ന ബസ്മതി അരി 1 ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഇനി അത് ഒരു 80% ഒന്ന് വെന്ത് കഴിഞ്ഞാൽ വാർത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു വലിയ സൈസ് സവാള വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കുകയാണ്. നേരം കൊണ്ട് നമുക്ക് ഒരു ചെറിയ മിക്സി ജാറിലേക്ക് 3 നല്ല എരിവുള്ള പച്ചമുളകും 30 നാടൻ വെളുത്തുള്ളിയാണ് ചെറിയ എല്ലുകളുള്ളത്, അതും 1/4 ഇഞ്ച് ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, മാറ്റി വയ്ക്കുക. ഇത് നന്നായിട്ട് നമ്മുടെ സവാളയെല്ലാം കാരമലൈസ് ചെയ്ത് ഇതുപോലെ എടുത്ത് കോരിയെടുത്തിട്ട് ആ എണ്ണയൊക്കെ അതിലേക്ക് തന്നെ നന്നായി അമർത്തി പിഴിഞ്ഞ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ 200 ഗ്രാം പനീർ പീസസിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് പോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ കുക്കറിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് കറുവാപ്പട്ട, പിന്നെ തക്കോലം, ഒരു വഴനയില, 2 ഗ്രാമ്പു, ഏലക്കായ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് എന്തായാലും മുഴുവനോടെയുള്ള ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മുഴുവനോടെ ഇട്ട് കഴിഞ്ഞാൽ. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വളരെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ചില്ലി പരിവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് കുത്തൊക്കെ ഒന്ന് മാറി നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് 3 മീഡിയം സൈസ് തക്കാളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ല, കഴിഞ്ഞു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വഴറ്റി തക്കാളിയും സോഫ്റ്റായി വരുമ്പോൾ നന്നായി ഉടച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് നന്നായിട്ട് ചീവി എടുത്തതിന് ശേഷം 2-3 വട്ടം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞിട്ട് നന്നായി പിഴിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചീവി എടുത്ത് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് പൊടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളി കുറവുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആ എണ്ണയൊക്കെ തെളിയുന്ന വരെ ഇടയ്ക്കിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് കുറച്ചും കൂടി പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒപ്പം പനീറും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ ഇലകളെല്ലാം ഒന്നും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും കൂടി നിരത്തി വെച്ചിട്ട് ഒന്ന് ദമ്മാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.